ഹായ് ഫ്രണ്ട്സ്. അപ്പോഴേ നമുക്കിന്ന് ഓട്സും മുട്ടയും വെച്ചിട്ട് നല്ലൊരു ഐറ്റം ഉണ്ടാക്കിയെടുത്താലോ. അതായത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ. സാധാരണ നമ്മൾ ഓട്സ് വെച്ചിട്ട് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു ഐറ്റം അല്ല, കുറച്ച് വെറൈറ്റിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം, വായോ. ഞാൻ ആ പറഞ്ഞ ഐറ്റം ഇതാണ് കേട്ടോ. ഇതിന്ന് ഒരു 3 കട്ട് ചെയ്തിട്ടോ 4 കട്ട് ചെയ്തിട്ടോ ഇങ്ങനെ ഒരു പീസ് എടുത്ത് കഴിച്ചാൽ മതി. നമ്മുടെ വയറും നിറയും, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കുട്ടികൾക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടു നോക്കാം. അതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് അത്യാവശ്യം വലിയൊരു പീസ് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടറിലോ ഓയിലോ ഒക്കെ ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ കുറച്ച് ബട്ടർ ഉള്ളത് കൊണ്ട് ഞാൻ ബട്ടർ ചേർത്തതാണ്. അപ്പം ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴേക്ക് ഇതിലേക്ക് ഒരു സവാളയും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് ഒരുമിച്ച് ചോപ്പ് ചെയ്ത് എടുത്തതാണ് കേട്ടോ. അപ്പൊ സെപ്പറേറ്റ് ഒന്ന് അരിഞ്ഞ് ചേർത്താലും മതി. ഞാൻ ഇങ്ങനെ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഒരുമിച്ച് അങ്ങ് ചോപ്പറിലിട്ട് അങ്ങ് ചോപ്പ് ചെയ്ത് എടുത്തതാണ്. ഇനി നമുക്ക് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതി. ഒരുപാട് സമയത്ത് കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് റെഡിയായി കിട്ടുവേ. ഇപ്പൊ സവാളയൊക്കെ ഒന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കണ്ടോ. അപ്പൊ നമുക്ക് പെട്ടെന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഒക്കെയാണ്. പിന്നെ നമുക്ക് വെയിറ്റ് ലോസ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ. അപ്പൊ ദാണ്ടെ നമ്മുടെ സവാള ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി അതുപോലെ ചോപ്പറിലിട്ട് ഒന്ന് അരിഞ്ഞെടുത്തതാണ്, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ചോപ്പർ അല്ലെങ്കിൽ നമുക്ക് കൈവച്ചാണെങ്കിലും ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിന് ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പം ഇനി നമുക്ക് ഈ സവാളയും ഒന്ന് വെന്ത് വരുന്നവരെയും ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പൊ എരിവിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാര്യം മോന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ പച്ചമുളക് ചേർക്കാത്തതാണ് കേട്ടോ. അപ്പൊ ദാണ്ടെ ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പൊ ദാണ്ടെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടുമ്പോഴേക്ക് ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാണ് സവാളയും തക്കാളിയും എല്ലാം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണൊക്കെ നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ചിക്കൻ മസാല, ഗരം മസാല ഒക്കെ ചേർക്കാൻ വേണമെങ്കിൽ ഒറിഗാനോ ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചേർത്തില്ല. ഒറിഗാനോ ഒക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതാണ്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി ആ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാണ്ടെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതുപോലെ ചെറുതായിട്ട് ആ ഒരു എണ്ണ പോലെ തെളിഞ്ഞിങ്ങനെ വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം. ഒരു അരക്കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. സാധാരണ പച്ചവെള്ളമാണ്, ചൂടുവെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ആ മസാലയൊക്കെ നന്നായിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. വെള്ളമായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ അതാണ് നന്നായിട്ട് മിക്സാക്കി എടുക്കാം. ഇപ്പോൾ അവിടെ ഒന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ ഒരു സമയം ഇട്ട് കൊടുക്കാം. ഇനി ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇതൊന്ന് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ദാണ്ടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്ക് ഇതിലേക്ക് നമുക്ക് ഓട്സ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കർ ഓട്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓട്സ് വേണമെങ്കിലും എടുക്കാം. ഞാനൊരു 1.25 കപ്പോളം ഓട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓട്സ് ഒക്കെ നിങ്ങളുടെ ആ ഒരു പാകത്തിന് അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. ആ മസാലയായിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാണ് ഞാനൊന്ന് മിക്സാക്കി കുറച്ച് ഡ്രൈ ആയോ എന്നൊരു സംശയം. അതുപോലെ ഓട്സ് വേവാൻ ഒരല്പം വെള്ളവും കൂടെ വേണം. അപ്പം ഞാനൊരു ഇത്തിരി വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ. ഒന്ന് നനയാൻ പാകത്തിന് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. മിക്സാക്കി ഇതൊന്ന് ഒന്ന് ഒതുക്കി വെച്ചിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് മതിയാവും, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് മതിയാവും ഇതൊന്ന് വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്കിത് അടച്ചു വെക്കാം. പെട്ടെന്ന് ഓട്സിന് അധികം വേവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ദാണ്ടെ നമ്മുടെ ഓട്സ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഈ പാത്രം ചിലപ്പോൾ അടിക്ക് പിടിച്ച് എനിക്ക് പണി തരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഞാൻ ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനൊക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യം വരില്ല. അപ്പോൾ വീണ്ടും ഇതുപോലെ ഒന്ന് ഒതുക്കി ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് കേട്ടോ. ഞാനിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. ഞങ്ങൾ 3 പേരേ ഉള്ളൂ കേട്ടോ. അതുകൊണ്ട് 3 മുട്ട ഞാൻ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കണക്കിനനുസരിച്ച് മുട്ട എടുക്കാം. മുട്ട ഡയറക്റ്റ് ഇതിലേക്ക് അങ്ങ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ 3ഉം 3 പൊട്ടിക്കണം എന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഇത് ഇങ്ങനെ പൊട്ടിച്ചപ്പോഴത്തേനും നിരങ്ങി വന്ന് അങ്ങ് നടുക്കോട്ടായി പോയിട്ടോ. അപ്പോൾ ദാണ്ടെ മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മുട്ടയ്ക്ക് ആവശ്യത്തിന് കുറച്ച് മാത്രം ഉപ്പ് ഇങ്ങനെ വിതറി ഇട്ട് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടിയൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. വേണമെങ്കിലല്ല, ചേർത്ത് കൊടുത്തോളൂ, നല്ല ടേസ്റ്റാണ്. പക്ഷേങ്കിൽ നിർഭാഗ്യവശാൽ എൻ്റെ കയ്യിൽ കുരുമുളക് പൊടി തീർന്നു പോയായിരുന്നു. അപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒരു ചീസ് സ്ലൈസ് ഞാനിങ്ങനെ പിച്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം ചീസ് നിങ്ങൾക്ക് ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ ചേർക്കാം, ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. അല്ലെങ്കിൽ മൊസറല്ല ചീസൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. എൻ്റെ കയ്യിൽ ചീസ് സ്ലൈസ് ആയതുകൊണ്ട് ഞാനിങ്ങനെ പിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഒരു 3 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി. ഈ മുട്ട ഒന്നും ഒരുപാട് വെന്ത് പോകരുത് കേട്ടോ. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ്. പിന്നെ നിങ്ങളുടെ ഇഷ്ടം, ഒരുപാട് വെന്ത് കിട്ടുന്നതാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പം ഞാനത് അടച്ചു വെക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് ആവട്ടെ. അപ്പോൾ ദാണ്ടെ മുട്ടയൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്തട്ടേ ഉള്ളൂ. ആ മഞ്ഞക്കരുവൊക്കെ ഒരുപാട് അങ്ങ് കട്ടിയായിട്ടില്ല കേട്ടോ. ഇങ്ങനെ കഴിക്കാനാണ് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു പാകം ആയപ്പോഴത്തേക്കിനും ഫ്ലെയിം ഞാൻ ഓഫാക്കി. ഇനി ഇതിങ്ങനെ 3ആയിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ എടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്ത് ഇത്രയൊന്ന് കഴിച്ചാൽ മതി. നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വയറ് നിറയാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പം എന്തായാലും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ ഇനി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം.